അഡ്വക്കേറ്റ് കൃഷ്ണരാജ്, ഇന്ന് കോടതി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതായത് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് തൽക്കാലം മൃതദേഹം വിട്ടു നൽകാം, മൃതദേഹം വിട്ടു നൽകിയാലും പഠനാവശ്യത്തിനായി ഉപയോഗിക്കാൻ ഏതാണ്ട് 1 വർഷത്തിന് ശേഷം വരെ ഈ മൃതദേഹം പരിഗണിക്കൂ, അതുകൊണ്ട് തന്നെ ആ കാലയളവിനുള്ളിൽ ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാം എന്നാണ് പറഞ്ഞത്. നോക്കൂ, ഇതിൻ്റെ ഫലം പഴയതു തന്നെയല്ലേ? അതായത് പഠിക്കാനായി കൊടുക്കുന്ന കാലയളവ് കൂടി പരിഗണിച്ചാൽ ഈ 1 വർഷം കഴിഞ്ഞ് വരുന്നു എന്ന കാരണത്താൽ തന്നെ അത് പഠന വിധേയമായി അവിടെ ഇരിക്കുകയല്ലേ? സ്വാഭാവികമായി ആശയുടെ പ്രതികരണം, ആശയുടെ ആവശ്യമൊക്കെ പരിഗണിക്കപ്പെടാതെ പോവുകയല്ലേ? ഞാൻ അങ്ങയുടെ പേര് എനിക്കറിയാം. അങ്ങയുടെ പേര് തന്നെയാണ് എന്റെയും പേര്. ആരോട് സംസാരിക്കുന്നത്? പരസ്പരം നമുക്കറിയാം. അങ്ങയുടെ പേര് തന്നെയാണ് എന്റെയും പേര്. അതല്ല, ആരാണ്? മനസ്സിലായില്ല. അങ്ങയുടെ പേര് തന്നെയാണ് എന്റെയും പേര്. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. മൈ ഗോഡ്. ഓക്കെ, കൃഷ്ണരാജ്. അപ്പൊ ന്യൂസ് സൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് മാറിയോ? യെസ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇതിനകത്ത് ഇതൊരു ഫുട്ബോൾ കളിയൊന്നും അല്ല കൃഷ്ണരാജ്. ഇതെന്ന് പറഞ്ഞാല് ഒരു സ്ത്രീ, അവരുടെ അച്ഛൻ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് അവര് ദൈവവിശ്വാസിയാണ്. ഈ പറഞ്ഞവരെ അവരുടെ മക്കളും ഒക്കെ ദൈവവിശ്വാസിയാണ്. ഈ മനുഷ്യന്റെ ഭാര്യയും ദൈവവിശ്വാസിയാണ്. ഇവരെല്ലാം ദൈവവിശ്വാസത്തിൽ, കാരണം എല്ലാ കാര്യങ്ങളും പള്ളിയിൽ, അവരുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും, പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് ജീവിച്ച് വന്ന ഒരാളാണ്. ഈ എം ലോറൻസ് ഒരു തരത്തിലും ഇതിനകത്തൊന്നും നിസ്സഹകരണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പിന്നെ പോരെന്ന് പറയുകയോ ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ കുട്ടികളുടെ മാമോദീസ മുക്കാണെങ്കിൽ അച്ഛന്റെ അമ്മയുടെ അനുവാദം ഇല്ലാതെ, എനിക്കറിയില്ല, എന്റെ ഒരു ധാരണ അനുസരിച്ച് ക്രിസ്ത്യൻ ഫെയ്ത്തില് ഈ പറഞ്ഞ മാതിരി ഒരു കുട്ടിയുടെ മാമോദീസ മുക്കാണെങ്കിൽ അച്ഛനും അമ്മയും വേണം, ഇല്ലാതെ അവർ ചെയ്യില്ല പള്ളിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അദ്ദേഹം പൂർണ്ണമായി ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് മാമോദീസ മുക്കാനായിട്ട് പള്ളിയിൽ നിന്ന് അനുവാദം കൊടുത്തു. 1. 2, അദ്ദേഹം ഒരു ഇടവക അംഗമായി തുടരുന്നു. ഇത് ഈ മരണസമയത്ത് നിങ്ങൾ മനസ്സിലായില്ലേ? ഇപ്പൊ സപ്പോസ് ആശയ്ക്കിപ്പോ എം ലോറൻസിന്റെ ബോഡി പള്ളിയിലേക്ക് അടക്കാൻ കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഇടവക അംഗം അല്ലെങ്കിൽ അവിടെ അടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല. ഈ ക്രിസ്ത്യൻ ഒരുപാട് കോൺസ്റ്റുകളൊക്കെ ഉണ്ട്, കാരണം എല്ലാം വെളിയിൽ നിന്നുള്ള നിയമങ്ങളൊക്കെ ആണല്ലോ. എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അതുപോലും ആശയ്ക്ക് പറയാൻ ധൈര്യം വന്നു, അതുപോലെ എന്റെ അച്ഛനെ പള്ളിയിൽ അടക്കണം എന്ന് പറയാൻ ധൈര്യം വന്ന ആ മനുഷ്യൻ ആ പള്ളിയിലെ ഇടവക അംഗമായിട്ടാണ്. ഇവരുടെ എല്ലാം കല്യാണത്തിന് ലെറ്റർ കൊടുക്കുന്നത് തന്നെ ഇന്ന ഇടവക അംഗമായ ഇന്ന വീട്ടിലെ ഇന്നയാളുടെ മകളും ഇന്നയാളുടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ മാരേജ് സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കുന്നത്. അപ്പൊ പൂർണ്ണമായും ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഈ പറഞ്ഞ യേശുവിലോ അല്ലെങ്കിൽ ഭഗവാനിലോ ദൈവത്തിലോ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കാര്യമാണ്, ആർക്കും അറിയില്ല. അത് അദ്ദേഹം ഈ പറഞ്ഞ മാതിരി നമ്മുടെ CPM-ലെ പൊതുവെ തട്ടിപ്പ് പാർട്ടികളുടെ കൂട്ടെ പുറത്ത് കാണിക്കാൻ പറ്റാത്തൊരവസരമായിരിക്കും. കാരണം ഈ അണികളെയൊക്കെ പിടിച്ചു നിർത്തണ്ടേ? കാരണം ഞങ്ങളില്ല മാനവ രക്തം, ഞങ്ങളില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളില്ല ഹിന്ദു രക്തം എന്നൊക്കെ പറഞ്ഞത് തട്ടിപ്പ് നടത്തി കുറെ പിടിച്ച ഈ മണ്ടൻ സഹാക്കളെ പിടിച്ചു നിർത്തണ്ടേ? അപ്പൊ അതിനുവേണ്ടിയുള്ള അഭിനയമാണ്. അത് പുറത്തു പോകുമോ എന്നുള്ള ഒരു ഭയത്തിലാണ് ഈ വിപ്ലവമൊക്കെ കാണിക്കുന്നത്. അത് ഇവിടെ നടക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, കോടതി പോയത് ഒരു മത്സരമല്ലല്ലോ, ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതല്ല പ്രശ്നം. ഇത് ഫുട്ബോൾ കളിയൊന്നും അല്ല. ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കൺസെന്റ് ഇല്ല എന്ന് ആശയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. മകൾ എന്നുള്ള രീതിയിൽ അവരുമായിട്ട് ബന്ധമൊന്നും ഇല്ലാതിരിക്കും. അല്ല ശ്രീകൃഷ്ണ, ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ മത്സര സ്വഭാവമൊന്നും അല്ല. ഞാൻ പറഞ്ഞത് ഈ 1 വർഷം വരെ കഴിഞ്ഞ ശേഷം മാത്രമേ പഠന വിധേയമാക്കാൻ പറ്റുമെന്നാണ്. അപ്പൊ സ്വാഭാവികമായും പ്രിൻസിപ്പൾക്ക് അത്രയും കാലം തീരുമാനമെടുക്കാൻ വൈകാമല്ലോ. അത് ഞാനതാണ് കേസിനകത്ത് ഈ പറഞ്ഞ മാതിരി ഒരു ഇമ്മീഡിയറ്റ് വിജയം ഉണ്ടോ ഇല്ലയോ, കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വിജയമുണ്ടോ ഇല്ലയോ, കാരണം അല്ലെങ്കിലും 1 വർഷം അവിടെ ഇരിക്കും ആ സാധനം, എന്നിട്ടേ എടുക്കുള്ളൂ എന്നല്ലേ നിങ്ങൾ പറഞ്ഞ ഉദ്ദേശിച്ചത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു ഫുട്ബോൾ കളിയല്ല. കാരണം ഈ 1 വർഷം കഴിഞ്ഞ് ഈ ബോഡി കുട്ടികളുടെ പഠനത്തിനായിട്ട് കൊണ്ടുപോകും എന്നുള്ളത് ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നത്? അല്ല, കോടതി പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനല്ല, കോടതി പറഞ്ഞത് അങ്ങനല്ല. കോടതി ചോദിച്ചത് അവിടെ കോൺവെർസേഷൻ നടക്കുമ്പോൾ, കോടതി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാൽ വലിയൊരു ദന്തഹിത്വമൊന്നും അല്ലല്ലോ. അവിടെ കോൺവെർസേഷൻ നടക്കുമ്പോഴത്തേക്ക് അറ്റോർണി ജനറൽ വന്നിരുന്നു, സ്റ്റേറ്റ് അറ്റോർണി വന്നിരുന്നു, മനോജ് വന്നിട്ട് പറഞ്ഞു സാധാരണഗതിയിൽ ഒരു ഡെഡ് ബോഡി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ പഠനത്തിന് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു.
കോടതി വന്നപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രിസർവ് ചെയ്യുന്നതിന് വിരോധമില്ലല്ലോ, ആർക്കും ഒരു പ്രശ്നമില്ല. കാരണം ഈ പറഞ്ഞ മാതിരി നാളെ തന്നെ ഈ പഠനത്തിന് വിട്ടുകൊടുത്തത് കീറി മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കീറി മുറിച്ച സാധനമായിരിക്കും പിന്നെ നാളെ ആശയ്ക്ക് ഇത് തിരിച്ചു കിട്ടുകയാണെങ്കിൽ ആ കീറി മുറിച്ച ശരീരമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് എന്താ അങ്ങനെയുള്ള സ്ഥിതിക്ക് അത് പ്രിസർവ് ചെയ്യും. അപ്പൊ അത് ഇതിൽ കൂടുതലൊരു വിജയമില്ല. കാരണം ഇനിയിപ്പോ ഒരു തീരുമാനം എടുത്തല്ലേ പറ്റുള്ളൂ, ആരാണെങ്കിലും ഒരു തീരുമാനം എടുത്തല്ലേ പറ്റുള്ളൂ. അദ്ദേഹം അങ്ങനെ ഈ പറഞ്ഞ മാതിരി സാഹചര്യങ്ങളുടെ പിൻബലത്തിൽ, അതായത് ഈ പറഞ്ഞ മാതിരി അവസാനം അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ പോലും ബയോഡേറ്റ ബയോഗ്രഫി പോലും അതിനകത്ത് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല മരണം എന്റെ ബോഡി വിട്ടു കൊടുക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യം മിണ്ടിയിട്ടില്ല. അപ്പൊ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വരുന്നത് ഇത് ഈ പറഞ്ഞ മാതിരി അദ്ദേഹം ഈ പറഞ്ഞ ഒരു പാർട്ടിയായിട്ട് അകന്ന് ജീവിക്കുകയായിരുന്നു. വേറെ ആരെയും കാണിക്കാതെ പാർട്ടി അദ്ദേഹത്തെ ഒരു തടങ്കലിൽ വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല കേട്ടോ, എന്റെ കക്ഷി പറഞ്ഞ വിവരം എനിക്കറിയുള്ളൂ. പക്ഷേ അതിനകത്തുനിന്ന് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ മാതിരി പള്ളി വെച്ചിട്ട് കാര്യങ്ങൾ നടന്നാൽ അത് ഈ പറഞ്ഞൊരു ഇവരുടെ ഒരു ഇരട്ടത്താപ്പ് പൊളിഞ്ഞു പോകുമോ എന്നുള്ളൊരു ഭയം ഈ പറഞ്ഞ മാതിരി നമ്മുടെ പോപ്പിനെ കാണാൻ പോയ സഹാക്കളൊക്കെ ഇവിടെ ഉള്ളതാണ്. MA ബേബി ഉൾപ്പെടെ, തോമസ് ഐസക് ഉൾപ്പെടെ. അപ്പൊ അവർക്ക് ഇതൊരു ഭയം കൊണ്ടാണിത്. വളരെ ദയനീയമാണ് കേട്ടോ. ഒരു കളിക്കുന്ന വളരെ നന്ദി. അപ്പൊ ഞാൻ എന്തായാലും പിരിയാണ് കേട്ടോ, ഓക്കെ. ശരി വളരെ നന്ദി അഡ്വക്കേറ്റ് കൃഷ്ണരാജ്.